ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിഷ. എല്ലാവർക്കും നിഷ എജു ബേക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സിൻ്റെ കേക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റും 1 കപ്പ് ചോപ്ഡ് ഡേറ്റ്സുമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് ക്യാരമലൈസ് ചെയ്ത് ഷുഗർ സിറപ്പിലൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടികട്ടിയുള്ള വിസ്താരമുള്ള ഒരു പാനാണ് അടുപ്പിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കണം. അപ്പം ഷുഗർ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്ത് ഒരു സ്പാച്ചുല കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടകളൊക്കെ ഉടച്ച് നന്നായിട്ട് നമുക്ക് ഈ ഷുഗറിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതിവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ റെഡിയായിരിക്കുന്ന ഈ സിറപ്പിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചൂടുവെള്ളവും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടകളൊക്കെ മാറ്റി എടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ദേഹത്തേക്കൊക്കെ പൊട്ടിത്തെറിച്ച് വീഴാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് കുറച്ച് അകലം പാലിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തീ ഒരു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് കട്ടകളൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഈ റെഡിയായിരിക്കുന്ന ഈ ഷുഗർ സിറപ്പിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സും കൂടെ ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനിയിപ്പം നമുക്ക് ഈ ക്യാരറ്റും ഡേറ്റ്സും നന്നായിട്ട് ഈ കാരമലൈസ് ചെയ്ത ഷുഗർ സിറപ്പിലൊന്ന് വെന്ത് ഒന്ന് വറ്റിക്കിട്ടണം. ഒരുപാട് അങ്ങ് വറ്റിച്ച് കളയരുത്, പക്ഷേ എന്നാൽ കുറച്ച് ലിക്വിഡ് വേണം താനും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. അല്ലെങ്കിൽ ഇത് മുഴുവൻ തണുത്ത് കഴിയുമ്പം കട്ട കെട്ടിപ്പോവും. അപ്പോൾ ഇതിവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിന് ശേഷം നമുക്കിനി ഇതിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് മൾട്ടിഗ്രെയിൻ്റെ വീറ്റ് ഫ്ലോറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ വീറ്റ് ഫ്ലോറോ പ്ലെയിൻ ഫ്ലോറോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂൺ സോൾട്ട്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഞാനിവിടെ ഒറ്റ തവണയെ ഈ അരിപ്പയിൽ അരിച്ചെടുത്തതിന് ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്കൊരു 2 പ്രാവശ്യം കൂടെ കൂടുതലൊന്ന് അരിപ്പയിൽ അരിച്ചെടുത്താലും മതി. നിങ്ങൾക്ക് ഏതാണ് ഈസി എന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യുക. ഞാനിവിടെ വിസ്ക് ചെയ്ത് ഇതെല്ലാം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തു. ഇനി ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഒരു 1/4 കപ്പ് കാഷ്യൂനട്ട് ചോപ്പ് ചെയ്തുണ്ടായിരുന്നു. അതിൽ നിന്നൊരു 1/4 ഭാഗത്തോളം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ബാക്കി 1/4 ഭാഗം നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ട ഷുഗർ, ഇതൊരു കപ്പ് ഷുഗർ മിക്സിയുടെ ജാറിലേക്ക് ഒരു 7 ഗ്രാമ്പും കൂടെ ഇട്ട് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം. അതുപോലെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു 4 മുട്ടയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഇട്ടിട്ട് മിക്സിയിൽ നമുക്കൊരു 30 സെക്കൻഡ് ഹൈ സ്പീഡിലൊന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഗ്രാമ്പുമൊക്കെ ചേർത്ത് പൊടിച്ചു വെച്ച ഷുഗറും കൂടെ ആഡ് ചെയ്ത് ഒരു 30 സെക്കൻഡ് ഹൈ സ്പീഡിൽ ഒന്നും കൂടെ അടിച്ചെടുത്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിന് വേണ്ട ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. അതും കൂടെ ചേർത്ത് നമുക്ക് ലോ സ്പീഡിൽ ഒരു 10 സെക്കൻഡ് ഇതൊന്ന് അടിച്ച് യോജിപ്പിച്ചെടുക്കാം. ഓയിൽ ഒഴിച്ച് കഴിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഹൈ സ്പീഡിലിട്ട് ഒരിക്കലും അടിച്ചെടുക്കരുത്. അത് നമ്മുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ്സെ ബാധിക്കും. അപ്പോൾ ഇങ്ങനെ അടിച്ചെടുത്ത് റെഡിയായിട്ടുള്ള ഈ മിശ്രിതം നമുക്ക് തണുത്തിരിക്കുന്ന ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെഡി ആയിരിക്കുന്ന ഈ ബാറ്ററിലേക്ക് ഞാനിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, പൊടിയെല്ലാം കൂടി ഒരുമിച്ചിട്ട് കുത്തി ഇളക്കി മിക്സ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അത് നമ്മുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ്സെ ബാധിക്കും. കേക്ക് ഭയങ്കര ഹാർഡായി പോവും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വളരെ ക്ഷമയോടുകൂടി വളരെ ചെറിയ പോർഷൻസ് ആയിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിവിടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് ആകുന്നു. അപ്പോൾ അതിലേക്ക് ഒരു 180 ഡിഗ്രിയിൽ വെച്ച് ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് വേവിക്കേണ്ടതായി വരും. ഞാനിവിടെ ഒരു 10 ഇഞ്ചിൻ്റെ ബേക്കിംഗ് പാനാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് ഏറെ ക്വാണ്ടിറ്റി ഉണ്ട്. ഞാനൊരു എൻ്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഉണ്ടാക്കുന്നത്. ഇനിയിപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ചെറിയൊരു കേക്കാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ഞാനിവിടെ എടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ് പകുതിയായിട്ട് എടുത്തിട്ട്
നിങ്ങൾക്കിവിടെ ചെറിയ കേക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇത് ബാറ്ററെല്ലാം നമ്മൾ പാനിലിട്ടു. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞ് ബാക്കി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും കൂടെ ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് കുറച്ചേറെ എമൗണ്ട് ഉള്ളതുകൊണ്ട് ഏകദേശം 1 മണിക്കൂറോളം എടുക്കും ബേക്ക് ചെയ്യാനായിട്ട്. അപ്പം അത് ഓർമ്മയിലുണ്ടാവണം നിങ്ങൾക്ക്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് 1 മണിക്കൂർ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് നോക്കാം. ഇതിവിടെ 1 മണിക്കൂർ കഴിഞ്ഞ് കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് നല്ല മണമാണ് കേട്ടോ, നല്ല ഒരു ഫ്ലേവറും നമുക്ക് ഭയങ്കര കൊതിപ്പിക്കുന്ന ഒരു മണമാണ് ഇപ്പോൾ ഇവിടെ കിട്ടുന്നത്. എന്നിരുന്നാലും നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് വെന്തോ എന്ന് നോക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇതിൻ്റെ നടുവശമൊക്കെ വെന്തോ നോക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബാമ്പൂ സ്റ്റിക്ക് ഇട്ട് നോക്കുന്നു. ഇത് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഈ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുക്കാൻ വെക്കാം. തണുത്ത് കഴിഞ്ഞതേ നമുക്കിതിനെ ഡിമോൾഡ് ചെയ്ത് എടുത്ത് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. ഇവിടെ നന്നായിട്ട് ഡിമോൾഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കേക്കിന് നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്, നല്ല ടെക്സ്ചർ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിതിനെ ഒന്ന് മുറിച്ച് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് മുറിക്കാനൊക്കെ വളരെ ഈസിയാണ്. നോക്കിക്കേ, വളരെ സോഫ്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? വളരെ സോഫ്റ്റാണ്. അതുപോലെ തന്നെ ഇതൊന്ന് മുറിച്ച് നോക്കാം. ഇതിൻ്റെ അകം നോക്കിക്കേ, എന്തൊരു നല്ലൊരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. കാണുമ്പം തന്നെ നല്ല ഒരു കേക്കാണ്. അതുപോലെ തന്നെ ഇനിയിപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഇത് നോക്കിക്കേ, കണ്ടോ, ഡേറ്റ്സും ക്യാരറ്റും അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സും മൾട്ടിഗ്രെയിൻ വീറ്റ് ഫ്ലവറൊക്കെ കൂടിയ അടിപൊളി കേക്കാണ്. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇനി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.